ബിരിയാണിയും സദ്യയും കഴിഞ്ഞാൽ വിഷുവിനെ കളറാക്കുന്നത് പടക്കങ്ങളാണ്. ഇന്നലെ നമ്മുടെ അർജുൻ കല്യാട് കുറേ പടക്കം പൊട്ടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നമ്മളെ കാട്ടിത്തന്നിരുന്നു. ഇത്തവണ പടക്ക വിപണിയിൽ ഹിറ്റായിരിക്കുന്നത് മാർക്കോയാണ്. ടോറോയും മാജിക്കൽ പീക്കോക്കും ഒക്കെ കൂടെയുണ്ട്. കോഴിക്കോട്ട് നിന്ന് ദീപക് മലയമ്മയുടെ പടക്കം പോലത്തെ റിപ്പോർട്ട്. കണി കാണാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കുമ്പോൾ പടക്ക വിപണി അത്ര കണ്ട് സജീവമാണ്. ഇന്നിപ്പോൾ ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് പുതിയങ്ങാടിക്കടുത്തുള്ള അയൻസ് വേൾഡിലാണ്. ഇവിടെ നമുക്ക് നിരവധിയായ ഐറ്റങ്ങൾ കാണാനുണ്ട്. അതിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് പറയുന്നത് മെഗാ പീക്കോക്കാണ്. ഇതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് മയിൽ കരയുന്നത് പോലെ കരയുന്നതാണ് കേട്ടോ. ഇത് കരയോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് കൃത്യമായ ധാരണയില്ല. പക്ഷേ ഇവരൊക്കെ പറയുന്നത് അങ്ങനെ തന്നെയാണോ? അതൊരു സൗണ്ട് വരും, ഒരു പീക്കോക്ക് സൗണ്ട് പോലെ ഒരു സൗണ്ട് അതിൻ്റെ അകത്ത് വരും. അത് ഈ വർഷം ഏറ്റവും പുതിയതായിട്ട് വന്നതായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം വേറെ തന്നെ ഒരു ഐറ്റം ആയിരുന്നു മെഗാ പീക്കോക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് ഇന്ന് റിലീസായതാണ്. ഒരു സിൽവർ കളറിൽ ഏകദേശം ഒരു മിനിറ്റിൻ്റെ അടുത്ത് അത് കത്തുകയും ചെയ്യും. മാർക്കോയെ കണ്ടു കേട്ടോ. മാർക്കോ വലിയ ഹിറ്റാവുകയും പലതരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോവുകയും ചെയ്താണ്. ഇതിൻ്റെ മുകളിൽ പക്ഷേ നമുക്ക് കത്തിയും തോക്കൊന്നും കാണാനില്ല കാര്യമായിട്ട്. പക്ഷേ ഇവിടെ ഒരു തോക്കൊക്കെ കാണുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ എന്തായിരിക്കും മാർക്കോ? സസ്പെൻസ് ആണ്. നോട്ട് സോ വയലൻറ്റ് ഷോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഈ വർഷം ചെയ്ത ഒരു ഐറ്റമാണ്. അതൊരു കുട്ടികൾക്കൊക്കെ ഉള്ളൊരു ഫാൻസി വെറൈറ്റി പോലെ തന്നെയാണ്. 30 സ്കൈ ഷോട്ടാണ്. അത് കൂടുതലും റെഡ് കളർ, മാർക്കോയിൽ റെഡ് ആണല്ലോ, അപ്പോൾ കൂടുതലും റെഡ് കളേഴ്സൊക്കെ കൂടുതൽ വരുന്ന ഒരു സ്കൈ ഷോട്ട്. വയലൻസിനെ പ്രതിനിധീകരിക്കും. വയലൻസ് ഇല്ല, അതാണ് പറഞ്ഞത് നോട്ട് സോ വയലന്റ് എന്ന് പറയുന്നത്. മാർക്കോ 30 ഷോട്ടിന് 490 ആണ് വരുന്നത്. ഇതിൻ്റെ തന്നെ യൂഷ്വൽ സാധാ 30 ഷോട്ട് ജസ്റ്റ് 299 റുപ്പീസേ വരുന്നുള്ളൂ. അത് വളരെ കഴിഞ്ഞ വർഷത്തിനെ വെച്ച് നോക്കുമ്പോൾ 100 രൂപ 200 രൂപ കുറവാണ്. ശരി, നമ്മളിപ്പോൾ എണ്ണി പറയുകയാണെങ്കിൽ വെറൈറ്റീസ് ഏതൊക്കെയായിരിക്കും? ഒരുപാട് ക്രാക്ലിംഗ് ടോറ, ലെമൺ ട്രീ, കളർ ഫാൻറ്റസി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഫാൻസി ആയിട്ട്. അപ്പം കുട്ടികൾക്കുള്ള വെറൈറ്റീസാണ് മെയിനായിട്ട് ഉള്ളത്. അതിൽ തന്നെ ഏകദേശം ഒരു 10-50 വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ കോഴിക്കോട്ടുകാർ മാത്രമായിരിക്കില്ലല്ലോ ഇവിടെ കാണുന്ന മനുഷ്യരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ തിരക്കുണ്ട്. അതെ, ഇവിടെ പത്തനംതിട്ടയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരാറുണ്ട്, കാസർഗോഡ് നിന്ന് വരാറുണ്ട്, വളരെ ലോങ് എന്നൊക്കെ ആലപ്പിയിൽ നിന്ന് കസ്റ്റമേഴ്സ് വരാറുണ്ട്. അയാൾക്ക് വിഷുഭ്രാന്ത് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ മലബാറിനാണ് കുറച്ചും കൂടി കൂടുതൽ ആ ഭ്രാന്ത് ഉള്ളത്, പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാർക്ക്. എത്ര രൂപയ്ക്ക്? 1,900. എല്ലാതവണ? അതെ, പറ്റാവുന്ന പോലെ വാങ്ങിച്ചു. പിന്നെ നോക്കണ്ട, വീട്ടിലല്ല ഒന്നല്ലോ, ഒരു മോനേ ഉള്ളൂ, അടിച്ച് പൊളിക്കണം. എല്ലാ തവണ ഇങ്ങനെ തന്നെയാണോ? ഇതിപ്പോൾ കുറവാ, എനിക്ക് തീർന്നനുസരിച്ച് വരുള്ളൂ. ഞങ്ങൾ 2500. പടക്കൊരു പ്രാന്താണ്. പിന്നെ അല്ലാണ്ട് ഹാപ്പി വിഷു. അപ്പം ശരാശരി ഒരാളിവിടെ വന്ന് വാങ്ങിച്ച് പോകാമെന്ന് പറഞ്ഞാൽ ആളുടെ കയ്യിൽ നിറയെ സാധനം ഉണ്ടാവും, നല്ല കാശും ഉണ്ടാവും. അല്ല, ഇത് ഒരു 590 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ഐറ്റംസിൻ്റെ ഒരു കിറ്റ് കിട്ടും. 30 ഐറ്റം സാധനങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ റേഞ്ചിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കസ്റ്റമറിന് 590 രൂപയ്ക്ക് വിഷു ആഘോഷിക്കാം. പടക്കം കാണാനുള്ള ഒരു പരിപാടിയാണല്ലോ, ഒരാൾ വാങ്ങിയാലും മറ്റവനെ കാണാമല്ലോ. അപ്പോൾ അതുപോലെ അവർ ഗ്രൂപ്പായിട്ട് വന്ന് വാങ്ങിച്ചിട്ട് ആണ് അതിൻ്റെ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകൾ കൂടി ഒന്ന് പ്രേക്ഷകർക്ക് കൊടുത്താൽ വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അവരൊക്കെ തന്നെ പടക്കം വാങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മലയാളിയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലബാറുകാരെ സംബന്ധിച്ച് ആ വിഷുദിനത്തിൽ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നീട് നേരമൊന്ന് വെളുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തിൻ്റെ സമയത്ത് രാത്രി തൊട്ടടുത്ത ദിവസമൊക്കെ അങ്ങനെ പൊട്ടിച്ച് ഹരം കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ തുടർന്ന് വരുന്ന ഒരു രീതി കൂടിയുണ്ട്. എന്തായാലും ഇത്തവണത്തെ വിഷുവും കളറാക്കാനാണ് ഈ പടക്ക വിപണി സജ്ജീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തയ്യാറായിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. അതിൽ പല നിറത്തിലുള്ള കളറുകൾ അത് ആകാശത്ത് വാരി വിതറപ്പെടും. ഒപ്പം തന്നെ നമ്മുടെ കാഴ്ചയ്ക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ തർക്കവുമില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഷോളോണയ്ക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.